ഹായ് ഹലോ വെൽക്കം ടു DNA ലേണിംഗ്. ഈ വീഡിയോ സ്പെസിഫിക്കലി +2 കഴിഞ്ഞ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. CBSE ആണെങ്കിലും സ്റ്റേറ്റ് സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങളെല്ലാവരും +2 ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കാൻ തുടങ്ങിയില്ലേ? കുറേ പേര് നീറ്റ് എക്സാമിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷെ എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമല്ലേ? ബേസിക്കലി പറഞ്ഞാൽ എൻ്റെ DM-ൽ കുറേ മെസ്സേജസ് അതാണ്, +2 കഴിഞ്ഞിട്ടാ ഇനി എന്ത് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ ആയിരിക്കും. അപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. +2 കഴിഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ ഒരു സമയം, ഈ ഒരു മാസം, നമുക്ക് പറയുകയാണെങ്കിൽ ഒരു 30 days പോലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാനുള്ള ഒരു 3 ടിപ്സാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു +2 സ്റ്റുഡൻ്റ് നിലയ്ക്ക് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? നിങ്ങൾ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് തിയറി കോൺസെപ്റ്റ്സ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ മതി. പക്ഷേ നമ്മൾ MCQയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ നീറ്റ് 2025 നമ്മൾ നോക്കുകയാണെങ്കിൽ അതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ല, MCQ ആണ്. മീൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 1 മിനിറ്റ് എന്നുള്ള സമയം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്താ അറിയോ? വീക്ക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി +2 ബോർഡ് എക്സാമിനൊക്കെ പഠിച്ചത്. അപ്പോൾ അതിൽ സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ഞാനിത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം കുറേ റിയലിസ്റ്റിക് ആയിട്ട് പറയുന്നതാണ്. കറക്റ്റ് പ്രാക്ടിക്കലി നിങ്ങൾക്ക് എന്താണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇനിയുള്ളൊരു സമയം നിങ്ങളുടെ വീക്കായിട്ടുള്ള ചാപ്റ്റേഴ്സ് സ്ട്രോങ് ആക്കാനുള്ള സമയമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റർ, നിങ്ങൾ ഓൾറെഡി നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഇല്ലേ, ഇതിലെ MCQ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക? വീക്കായിട്ടുള്ള ചാപ്റ്റേഴ്സ് തൽക്കാലം മാറ്റി വെക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇത് ഞാൻ നിങ്ങളോട് കറക്റ്റായിട്ട് പറയുകയാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനിയുള്ളൊരു ദിവസം. ഇതുവരെ പഠിക്കാത്ത കുട്ടിയാണെങ്കിൽ പോലും, ഇതുവരെ നിങ്ങൾക്ക് ഒരു ബേസും ഇല്ല, നിങ്ങൾ നീറ്റിനെ കുറിച്ച് ഒന്നും ആലോചിച്ചിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്നതിനേക്കാളും എത്രയോ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. രണ്ടാമത്തെ ടിപ്പ് എന്താ പറയുക എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഈ സമയത്ത് നിങ്ങൾ കുറേ ആൾക്കാർ പറയുന്നുണ്ടാവും ക്വസ്റ്റ്യൻസ് ചെയ്യണം, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണം, അവിടെ നിന്ന് ചെയ്യണം, ഇവിടെ നിന്ന് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? മക്കളെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പറിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എക്സാമിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നുണ്ട് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഓരോ ചാപ്റ്ററിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പല ഗൈഡുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് നോക്കിയിട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ അഡ്വാൻസ് ലെവൽ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തപ്പിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും ചെയ്യാനുള്ള സമയം ഇനിയുള്ള ദിവസങ്ങളില്ല. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക. എല്ലാ ചാപ്റ്ററിലും ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ സ്ട്രോങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഒരു 10 വർഷത്തിനുള്ളിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക കേട്ടോ. അപ്പോൾ അതിന് പറ്റിയ കുറേ ഗൈഡുകൾ അവൈലബിൾ ആണ്, ഓൺലൈനായിട്ടും അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ അടിയിൽ ടാഗ് ചെയ്തൊക്കെ ഇടാം. അപ്പോൾ അത് നോക്കുക, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരു ക്വസ്റ്റ്യൻ പോലും വിടാതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതിൽ നീ സ്കിപ്പ് ചെയ്യാൻ നിൽക്കരുത്, അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ആലോചിക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, അത് വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തെ ഒരു ടിപ്പ് എനിക്ക് പറയാനുള്ളത്, ഇപ്പം നിങ്ങളൊരു 300-400 റേഞ്ചിലൊക്കെയാണ് നിങ്ങൾ സ്കോർ ചെയ്യുന്നത്, മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 500 റേഞ്ചിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയൊരു കാര്യമാണ് ബയോളജി. ബയോളജി പറഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എത്ര ബേസില്ലാത്ത കുട്ടിയാണെങ്കിൽ പോലും ഒരു 2 ആഴ്ച നിങ്ങൾക്ക് ബയോളജി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ കൂട്ടാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നീറ്റ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന +2 സ്റ്റുഡൻസ് ആണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതാൻ വിചാരിക്കുന്ന +2 സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ബയോളജിയിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കുക. ബയോളജി വൃത്തിക്ക് പഠിക്കുക, നന്നായിട്ട് വായിക്കുക. എന്ത് ചെയ്യുക? എക്സാമിന് കയറുന്നതിന് മുന്നേ പോലും വായിക്കാൻ നോക്കുക, മോഡൽ എക്സാം ഒക്കെ എഴുതുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ എന്നിട്ട് അതിൽ നിന്ന് മാർക്കൊക്കെ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് അതിൽ നിന്നും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എത്രത്തോളം അറ്റൻഡ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ എഫിഷ്യൻസി കൂടും. നിങ്ങൾക്ക് എക്സാം MCQ ഒക്കെ നന്നായിട്ട് OMR ഷീറ്റിലൊക്കെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിക്ക് മാർക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക? ബയോളജി നന്നായിട്ട് പഠിക്കുക. ഈ 3 കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലല്ലോ, തീരെ ബേസ് ഇല്ലാത്തൊരു +2 സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും ഈ നീറ്റ് 2025 നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം പല കാര്യങ്ങളും നിങ്ങളുടെ ചുറ്റും നടക്കുന്നുണ്ടാവും, പല ആൾക്കാരും പല കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും അല്ലേ? പക്ഷേ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ഈ കാര്യങ്ങളിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്കോർ ഉണ്ടാവും കേട്ടോ. അപ്പം മറന്നു പോകണ്ട, ഈ 3 കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. +2 സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും എത്രത്തോളം നിങ്ങൾ മാക്സിമം സ്കോർ ചെയ്യുന്നോ അത് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആവുകയുള്ളൂ. ഈ വർഷം തന്നെ നിങ്ങൾ വിചാരിച്ച MBBS അല്ലാത്ത ഏത് കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് അത് അഡ്വാൻറ്റേജ് ആവുകയുള്ളൂ. ഇപ്പോൾ ഒരു +2 സ്റ്റുഡൻ്റ് ആണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, ഇനി പഠിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ വെറുതെ ഇരിക്കാൻ നിൽക്കേണ്ട. ഈ സമയം യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് സ്കോർ ചെയ്യുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്.